കട്ടിളപ്പാളി കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവർക്ക് കുരുക്ക് മുറുക്കുകയാണ് SIT. ദ്വാരപാലക ശില്പപാളികളിലെ സ്വർണ്ണമോഷണ കേസിലും തന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് SIT നടത്തുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയുടെ അറസ്റ്റിനെ ചൊല്ലി ഒരു ഭാഗത്ത് രാഷ്ട്രീയ പോരും കടുക്കുകയാണ്. തന്ത്രിയെ മറയാക്കി മന്ത്രിയെ രക്ഷിക്കാൻ നീക്കമെന്നാണ് കോൺഗ്രസ് BJP ആരോപണം. അതേസമയം അന്വേഷണ സംഘം ശരിയായ ദിശയിൽ എന്ന് പ്രതികരിച്ച് കരുതലോടെയാണ് സർക്കാരും CPM-ഉം ഈ വിഷയത്തെ സമീപിക്കുന്നത്. വിശദമായി ഇന്നത്തെ എന്തൊക്കെ സംഭവവികാസങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നു എന്ന് നോക്കിയാൽ, കട്ടിളപ്പാളി കേസിലെ സമാന ഗൂഢാലോചനയും ഒത്താശയും ദ്വാരപാലക ശില്പപാളി കേസിലും തന്ത്രി നടത്തിയെന്ന നിഗമനത്തിലേക്കാണ് SIT ഇന്നെത്തുന്നത്. തന്ത്രിയും പോറ്റിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളുണ്ടെന്ന് കണ്ടെത്തിയ SIT ജീവപര്യന്തം തടവ് ശിക്ഷ വരെ കിട്ടാവുന്ന കുറ്റമാണ് തന്ത്രിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. 2019 മെയ് 18-നാണ് കട്ടിളപ്പാളികൾ സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയത്. അവ തിരികെ സ്ഥാപിക്കുമ്പോൾ കൊണ്ടുപോകുമ്പോഴൊക്കെ തന്ത്രി സന്നിധാനത്തുണ്ടായിരുന്നു. ആചാരം ലംഘിച്ചുള്ള നടപടിയായിട്ടും തന്ത്രി അതിനെ എതിർത്തില്ല. അത്തരത്തിൽ മൗനാനുവാദം കൊടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്ത്രി നിസ്സംഗത പാലിക്കുകയായിരുന്നു എന്നതാണ് SIT ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസവഞ്ചന, വ്യാജരേഖാ നിർമ്മാണം, ഗൂഢാലോചന, അനധികൃത സ്വത്ത് സമ്പാദനം പോലുള്ള വകുപ്പുകൾ ചുമത്തിയിരിക്കുകയാണ് SIT തന്ത്രിക്കെതിരെ. അതിൽ 2 വകുപ്പുകൾക്ക് ജീവപര്യന്തം ശിക്ഷ വരെ കിട്ടാവുന്ന സാഹചര്യവുമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കേസിൽ തന്ത്രിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചയാണ്. അന്ന് തന്നെ ദ്വാരപാലക ശില്പപാളി കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നീക്കം കൂടിയാണ് SIT നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള തന്ത്രിയുടെ പങ്ക് വിശദമായി തന്നെ SIT അന്വേഷിക്കുന്നു. അതിലും അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നീക്കമാണ് SIT നടത്തുന്നത്. അതോടെ തന്ത്രിയുടെ ജയിൽവാസം നീളുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നതാണ് കരുതുന്നത്. എന്താണ് തന്ത്രിയെ കുടുക്കുന്നതിൽ നിർണായകമായത് എന്നതുകൂടി നമുക്ക് നോക്കണം. A. പത്മകുമാറിന്റെ മൊഴിയാണ് തന്ത്രിക്കെതിരെ ഏറ്റവും ശക്തമായുള്ളത്. തന്ത്രിയെ കുരുക്കുന്നതിൽ നിർണായകമായത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ മൊഴി തന്നെയെന്ന് നമുക്ക് പറയാം. ദൈവതുല്യർ തന്ത്രി എന്ന സൂചന SITക്ക് മുന്നിലും പത്മകുമാർ നൽകുകയായിരുന്നു. നേരത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ദൈവതുല്യർ എന്ന പരാമർശം നടത്തിയത് പത്മകുമാറാണ്. അവർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ നമുക്ക് പറ്റും എന്ന ഒരു ചോദ്യമാണ് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി പത്മകുമാർ നൽകിയത്. അന്നു മുതൽ തന്നെ ഈ ദൈവതുല്യർ ആര് എന്ന ചോദ്യം ഉണ്ടായിരുന്നു. ഈ തന്ത്രിയുടെ അറസ്റ്റ് അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ വളരാൻ സഹായിച്ചത് തന്ത്രിയുടെ സുഹൃത്തെന്ന മേൽവിലാസമാണെന്നും സ്പോൺസർഷിപ്പ് ഇടപാടുകൾ രാജീവര് അറിഞ്ഞിരുന്നുവെന്നും പത്മകുമാർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയുമായുള്ള ബന്ധം സമ്മതിച്ചു പത്മകുമാർ SITക്ക് മുന്നിൽ. ഈ മൊഴികൾ തന്ത്രിയെ അറസ്റ്റിലാക്കുന്നതിൽ നിർണായക ഘടകമായി എന്നതാണ് മനസ്സിലാക്കുന്നത്. അതിനിടെ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് തന്ത്രിയാണ് എന്നത് SIT മറ്റു ചില മാർഗങ്ങളിലൂടെ ഉറപ്പിക്കുകയും ചെയ്തു. 2002 മുതൽ അടുപ്പമുള്ള ആളുകളാണ് പോറ്റിയും തന്ത്രിയും. ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാട് ഉണ്ട് എന്നതിന്റെ രേഖകളും SIT ശേഖരിക്കുകയും അവരുടെ ബന്ധം ഉറപ്പിക്കുകയും ചെയ്തു. ഇതിന്റെ കൂടുതൽ പരിശോധനകൾക്കായി രാജീവരുടെ മൊബൈൽ ഫോൺ അടക്കം SIT പിടിച്ചെടുക്കുകയും പരിശോധനകൾ നടത്തുകയും ചെയ്തിരുന്നു. സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. ഇതിനെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉയർന്ന രക്തസമ്മർദ്ദത്തെ തുടർന്ന് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ് ആദ്യം പ്രവേശിപ്പിച്ചത്. ECG പരിശോധന ഉൾപ്പെടെ പൂർത്തിയായി. ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ തന്ത്രി കണ്ഠരര് രാജീവരെ ICUവിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതേസമയം തന്നെ SIT കുരുക്കുമുറുക്കുന്നു എന്നത് നമ്മൾ സൂചിപ്പിച്ചതാണല്ലോ. തന്ത്രിയുടെ വീട്ടിൽ ഉൾപ്പെടെ അതിനാവശ്യമായ രേഖകൾ സമാഹരിക്കാനായി SITയുടെ പരിശോധന നടക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം തന്ത്രിയുടെ വീട്ടിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു. ചെങ്ങന്നൂരിലെ വീട്ടിലാണ് സംഘം എത്തിയത്. DYSPയുടെ നേതൃത്വത്തിൽ 8 അംഗ സംഘമാണ് പരിശോധന നടത്തുന്നത്. ഫോട്ടോഗ്രാഫറും ഫോറൻസിക് വിദഗ്ധരും ഒക്കെ ഈ സംഘത്തിലുണ്ട്. തന്ത്രിയുടെ മരുമകളെ ഉൾപ്പെടെ വീട്ടിലേക്ക് കടക്കുന്നതിൽ അവർ വിലക്കേർപ്പെടുത്തിയിരുന്നു. വീട്ടിലുണ്ടായിരുന്ന ബന്ധുക്കളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ വിശദമായ പരിശോധന തന്ത്രിയുടെ വീട്ടിൽ നടക്കുന്നത്. കുറ്റം ചെയ്തിട്ടില്ല
എന്ന ഒരു പ്രതികരണമാണ് ഇന്നലെ അറസ്റ്റിലായതിനു ശേഷം തന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത് വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകുമ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അത്തരമൊരു പ്രതികരണം നടത്തിയത്. മാത്രവുമല്ല, ആരെങ്കിലും കുടുക്കിയതാണോ എന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ കുടുക്കിയതാണ് എന്നൊരു പ്രതികരണം കൂടി തന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അപ്പോ ഇന്നലെ തന്ത്രി എന്താണോ 2 വാക്കുകളിലൂടെ പറഞ്ഞത്, അതേ വാദങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് തന്ത്രിയെ അനുകൂലിക്കുന്നവർ ഇന്ന് രംഗത്ത് വന്നത്. ദുർബലവും വൈരുദ്ധ്യവും നിറഞ്ഞ റിമാൻഡ് റിപ്പോർട്ടാണ് തന്ത്രിക്കെതിരെ ഉള്ളത് എന്നതാണ് തന്ത്രി കുടുംബാംഗം കൂടിയായ രാഹുൽ ഈശ്വർ ഇന്ന് പ്രതികരിച്ചത്. തന്ത്രിയെയും ശബരിമലയെയും അപകീർത്തിപ്പെടുത്താൻ ഒരു ഗൂഢശ്രമം നടക്കുന്നു എന്നതാണ് രാഹുൽ ഈശ്വറിന്റെ ആരോപണം. CPM-നെതിരായ വിമർശനങ്ങളുടെ മുനയൊടിക്കാനുള്ള നീക്കം മാത്രമാണ് തന്ത്രിയുടെ അറസ്റ്റിലൂടെ ഉണ്ടായിരിക്കുന്നതെന്ന് രാഹുൽ ഈശ്വർ പറയുന്നു. ജാമ്യം റദ്ദാക്കി തന്നെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നീക്കം തുടങ്ങിയിട്ടുണ്ട് എന്നുകൂടി രാഹുൽ ഈശ്വർ പറഞ്ഞു. ഇത് വ്യക്തിപരമായ ബന്ധത്തിന്റെ പേരിലല്ല, ഒരു അയ്യപ്പ വിശ്വാസി എന്ന നിലയിലും സുപ്രീം കോടതിയിലടക്കം ശബരിമലയ്ക്ക് വേണ്ടി ഇടപെട്ട വ്യക്തി എന്ന രീതിയിലുമാണ് പറയുന്നത്. അയ്യപ്പ ധർമ്മസേനയുടെയും അയ്യപ്പ വിശ്വാസികളുടെയും ഭാഗത്തു നിന്നാണ് പറയുന്നത്. കണ്ഠരര് രാജീവരുടെ തെറ്റെന്താ? ആദ്യം പല ആൾക്കാരും പല നിറം പിടിപ്പിച്ച കഥകളും പറയുകയുണ്ടായി. പിന്നീട് ഈ മാധ്യമങ്ങളിലും കോടതിയുടെ റിമാൻഡ് റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ആ റിമാൻഡ് റിപ്പോർട്ട് വായിച്ച ഏതെങ്കിലും മാധ്യമ പ്രവർത്തകന് ഇത് ശക്തമായ റിമാൻഡ് റിപ്പോർട്ടാണെന്ന് തോന്നി? തികച്ചും ദുർബലവും വൈരുദ്ധ്യങ്ങളും നിറഞ്ഞ ഒരു റിമാൻഡ് റിപ്പോർട്ടിൽ തന്ത്രിയെ കൊടുക്കാൻ വേണ്ടി, രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ? അതേസമയം വളരെ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് തന്ത്രിയുടെ അറസ്റ്റ് വിഷയത്തിൽ BJP. തന്ത്രിക്കൊപ്പമെന്ന് BJP പ്രഖ്യാപിക്കുന്നു. ജനശ്രദ്ധ തിരിക്കാനുള്ള നീക്കമായാണ് BJP തന്ത്രിയുടെ അറസ്റ്റിനെ കാണുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിക്കുമൊപ്പം കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. CPM കോൺഗ്രസ് കുറുവ സംഘമാണ് കൊള്ളയ്ക്ക് പിന്നിൽ എന്ന് ആരോപിക്കുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. പോറ്റിയെ സഹായിക്കുന്നത് ഈ കൂട്ടരാണ്. തന്ത്രിയുടെ അറസ്റ്റിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധത്തിലേക്ക് കൂടി BJP കടക്കുന്നു എന്നതാണ് രാജീവ് ചന്ദ്രശേഖർ സൂചിപ്പിച്ചത്. മകരവിളക്ക് ദിവസമായ 14-ന് NDA ജ്യോതി തെളിച്ച് പ്രതിഷേധ സമരം സംഘടിപ്പിക്കും എന്നതാണ് രാജീവ് ചന്ദ്രശേഖർ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ശബരിമലയുടെ സ്വർണം സംരക്ഷിക്കാനും അതിനെ കൃത്യമായ അതിന്റെ അക്കൗണ്ടബിലിറ്റിയും അത് നോക്കാൻ അതിന്റെ ആരുടെ ഉത്തരവാദിത്വമാണ്? ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിന്റെ അല്ലേ? അപ്പോൾ തന്ത്രിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് മന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് മന്ത്രിനെ ചോദ്യം ചെയ്യുന്നു, തന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നു? ഇതൊരു ചോദ്യമാണ്, ഒരു വാലിഡ്, ഒരു ലെജിറ്റിമേറ്റ് ചോദ്യമാണ്. ഞങ്ങളുടെ ഒരു അഭിപ്രായം, ശക്തമായ ഒരു അഭിപ്രായം, ആദ്യം മുതൽ ഇവിടെ നടക്കുന്നത് CPM-ഉം കോൺഗ്രസും അവരെ രാഷ്ട്രീയക്കാരെ സംരക്ഷിക്കാൻ ഒരു വലിയൊരു എഫർട്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണെന്ന ആരോപണവുമായി കെ സുരേന്ദ്രനും അതേ വാർത്താ സമ്മേളനത്തിൽ രംഗത്ത് വന്നു. യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് കെ സുരേന്ദ്രൻ ആരോപിച്ചു. തന്ത്രിയെ ജയിലിലടച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനാണ് എന്നതാണ് BJP-യുടെ ആരോപണം. സംശയാസ്പദമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ആദ്യം തന്നെ പോറ്റി നൽകിയ മൊഴിയിൽ പ്രധാനപ്പെട്ട ഒരു പേരായിരുന്നു കടകംപള്ളി സുരേന്ദ്രന്റെയും പ്രശാന്തിന്റെയും. അതായത് ആദ്യ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് SITക്ക് ലഭിച്ച മൊഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 പേരുകളായിരുന്നു കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ അപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത്. ആ 2 പേരിൽ 2 പേരെയും SIT നിരവധി തവണ ചോദ്യം ചെയ്തു. എല്ലാവിധ തെളിവുകളും കടകംപള്ളി സുരേന്ദ്രനും പ്രശാന്തിനുമെതിരെ ഉണ്ടായിട്ടും SIT അവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. മന്ത്രിമാരെ അറസ്റ്റ് ചെയ്തില്ല എന്നത് മാത്രമല്ല BJP-യുടെ പ്രശ്നം എന്നത് നമുക്ക് മനസ്സിലാകും. തന്ത്രിയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയതോടുകൂടി ഈ വിഷയത്തിലെ നിലപാട് തന്നെ BJP മാറ്റുന്നു എന്നതാണ് തോന്നിപ്പോകുന്നത്. കാരണം തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട് സന്ദർശിച്ച് BJP നേതാക്കൾ ഇന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അറസ്റ്റിന്റെ പശ്ചാത്തലത്തിലായിരുന്നു
ഈ സന്ദർശനം. സന്ദീപ് വചസ്പതി അടക്കമുള്ള നേതാക്കളാണ് തന്ത്രിയുടെ വീട്ടിൽ ഇന്നെത്തിയത്. മന്ത്രിമാരെ രക്ഷിക്കാനാണോ തന്ത്രിയെ പിടിച്ചതെന്ന് സംശയിക്കുന്നതായും ഹൈക്കോടതിയുടെ പ്രതിനിധികൾക്കും ദേവസ്വം ബോർഡ് പ്രതിനിധികൾക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നും സന്ദീപ് വചസ്പതി പറഞ്ഞു. സ്വാഭാവികമായും ഇതിനകത്തൊരു രാഷ്ട്രീയമുണ്ടല്ലോ. കാരണം മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് 3 മന്ത്രിമാരുണ്ടായിരുന്നില്ല. മന്ത്രി അറിയാതെ ദേവസ്വത്തിന്റെ മുൻ കമ്മീഷണർമാരടക്കം പറഞ്ഞില്ലേ, ദേവസ്വം ബോർഡിൽ ഒരു ഇല അനങ്ങണമെങ്കിൽ മന്ത്രിയുടെ അനുമതി വേണം. മന്ത്രിയുടെ അനുമതി ഇല്ലാതെ ദേവസ്വം ബോർഡിലെ ഒരു ട്രാൻസ്ഫർ നടത്താൻ അവകാശമില്ല. ശബരിമലയുമായി ബന്ധപ്പെട്ടെന്ന് മാത്രമല്ല, കേരളത്തിൽ ദേവസ്വം ബോർഡ് തിരുവിതാംകൂറായാലും ഗുരുവായൂരായാലും മലബാറായാലും ഏത് ദേവസ്വത്തിലായാലും അവിടെ ഒരു ഇല അനങ്ങണമെങ്കിൽ ദേവസ്വം മന്ത്രിയുടെ അനുമതി വേണം. അവിടെ ഒരു ടെമ്പററി അപ്പോയിന്റ്മെന്റ് പോലും നടത്താനുള്ള അധികാരം ഇവർക്ക് ആർക്കുമില്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ സർവാധികാരിയായി ഇത്രകാലവും അടക്കി ഭരിച്ചതിന് ശേഷം ഒരു കുഴപ്പം വരുമ്പോൾ ഇതൊന്നും ഞങ്ങളുടെ കുഴപ്പമല്ല, വേറെ ആരുടേതാണ് എന്ന് തലയിലിട്ട് രക്ഷപ്പെടുന്നതിന്റെ പിന്നിലെ രാഷ്ട്രീയമാണ്. അതിന് ഭരണകൂടം കൂട്ടുനിൽക്കുന്നു എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നു. അന്വേഷണം മരവിപ്പിച്ചു എന്നും അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു എന്നുമൊക്കെ ആരോപണം ഉന്നയിച്ചവരാണ് തന്ത്രിയുടെ അറസ്റ്റോടുകൂടി കളം മാറ്റിച്ചവിട്ടുന്നത്. അത് രാഷ്ട്രീയ പ്രേരിതമായ അറസ്റ്റാണ് എന്ന് വരുത്തുന്നത്. അന്വേഷണം അവസാനിപ്പിക്കാനുള്ള നീക്കം എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉയരുകയാണ്. സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം അവസാനിപ്പിക്കാൻ നീക്കമെന്ന സംശയം ഉയർത്തുന്നത് UDF ആണ്. എല്ലാ കുറ്റവാളികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞപ്പോൾ തന്ത്രിയെ മറയാക്കി മന്ത്രിയെ രക്ഷിക്കാൻ നോക്കേണ്ട എന്നാണ് കെ മുരളീധരൻ മുന്നറിയിപ്പ് നൽകിയത്. തന്ത്രി നിരപരാധിയെന്ന് ഉറപ്പിച്ചു പറയാൻ പക്ഷേ UDF നേതാക്കൾക്ക് കഴിയുന്നുമില്ല. 4 CPM നേതാക്കന്മാർ ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി. അവരെ പറ്റിയാണ് ആദ്യം അവർ പറയേണ്ടത്. ഈ 4 നേതാക്കന്മാർക്കെതിരെയും പാർട്ടി ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അവരെ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങളാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് തന്ത്രിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതൊരു വസ്തുതയാണ്. അത് നിയമപരമായ കാര്യങ്ങളാണ്. നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. നിയമത്തിൽ ആരും അതീതരല്ല. അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. SITയുടെ അന്വേഷണം മുന്നോട്ട് നീങ്ങട്ടെ. യഥാർത്ഥത്തിൽ കുറ്റവാളികളായ മുഴുവൻ ആളുകളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഇനി മുൻ മന്ത്രിമാരുമുണ്ട്. അവരും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അയ്യപ്പൻ്റെ മുതൽ കട്ടവരാരും രക്ഷപ്പെട്ടിട്ടില്ല. അയ്യപ്പൻ ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കത്തുമില്ല. ഇതാണ് എൻ്റെ സത്യം. എല്ലാം ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന 3-4 പേരും തന്ത്രിയും ചേർന്നാൽ എല്ലാമായി എന്നാണ് ഗവൺമെൻറ് കരുതുന്നതെങ്കിൽ അത് ഞങ്ങൾ അംഗീകരിക്കില്ല. തന്ത്രിയിൽ ഒതുക്കണ്ട. തന്ത്രിയെ മറയാക്കി മന്ത്രിയെ രക്ഷിക്കാൻ നോക്കണ്ട. തന്ത്രി എന്ത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അഭിപ്രായം പറയാൻ കഴിയില്ല. കാരണം അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കാണ് അതിൻ്റെ കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ടത്. അത് കോടതിയിൽ പറയേണ്ട കാര്യമാണ്. പക്ഷേ ഈ ദേവസ്വം ബോർഡ് ഭരണകർത്താക്കൾ മാത്രം വിചാരിച്ചാൽ ഇങ്ങനെ സ്വർണം കടത്തി കൊണ്ടുപോകാൻ കഴിയുമൊന്നുമില്ല. ഇത് മന്ത്രിമാർ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇവരെന്തിനാ മന്ത്രിമാരായിരിക്കുന്നത്? അതായത് സ്വന്തം വകുപ്പിൻ്റെ കീഴിലൊരു കൊള്ള നടക്കുമ്പോൾ അത് കണ്ടുപിടിക്കാൻ മന്ത്രിമാർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി പോലത്തെ സംവിധാനത്തിൽ. ഇത് അറസ്റ്റ് ചെയ്തവരെല്ലാം ഒരു പാർട്ടിക്കാരല്ലേ? ആ പാർട്ടിക്കാർ സ്വർണം കടത്തിയത് ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയും, അതായത് CPM-ഉം അതിൻ്റെ തലപ്പത്തുള്ളവരും മന്ത്രിയും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എല്ലാം തന്ത്രിയിൽ അവസാനിപ്പിക്കാം എന്ന് സർക്കാർ കരുതണ്ട. എല്ലാം തന്ത്രിയിൽ അവസാനിപ്പിക്കുമോ എന്ന സംശയത്തിൽ ഒതുക്കിക്കൊണ്ട് സർക്കാരിനെതിരെ രംഗത്ത് വരാനാണ് ഇന്ന് കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചത്. അതേസമയം അന്വേഷണ സംഘം ശരിയായ ദിശയിൽ നീങ്ങുന്നു എന്ന് ചൂണ്ടിക്കാട്ടാനാണ് ഈ അവസരം സർക്കാർ പ്രതിനിധികൾ ഉപയോഗിക്കുന്നത്. കരുതലോടെയാണ് സർക്കാരും CPM-ഉം ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. വിദേശത്ത് പുരാവസ്തു കച്ചവടമുള്ള രാഷ്ട്രീയ നേതാക്കളുടെ ബന്ധുക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടെന്നും ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിക്കാൻ SITക്ക് സാധിക്കുമെന്നും ആണ് ഇന്ന് P. രാജീവ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി സംസാരിക്കുമ്പോൾ പറഞ്ഞത്. അന്വേഷണം അതിന്റെ പൂർണ്ണതയിൽ എത്തുന്നതുവരെ കാത്തിരിക്കാമെന്ന് മന്ത്രി പറഞ്ഞു. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നതിനാൽ സർക്കാർ ഈ വിഷയത്തിൽ പ്രത്യേക അഭിപ്രായ പ്രകടനങ്ങൾക്ക് മുതിരുന്നില്ല എന്നുകൂടിയാണ് മന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. അന്വേഷണം ശരിയായ രൂപത്തിലാണെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഹൈക്കോടതി ഒരു കാര്യം കൂടി പറഞ്ഞു, നമ്മൾ ഈ മാധ്യമങ്ങൾ ആവശ്യമില്ലാതെ വാർത്തകളൊക്കെ കൊടുത്ത് ഈ അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ
ഓരോ ഘട്ടത്തിലും അത് സംബന്ധിച്ച് ഒരു അഭിപ്രായം പറയേണ്ടതില്ല. വളരെ ശരിയായ രൂപത്തിലാണ് അന്വേഷണം പോകുന്നതെന്ന് അന്വേഷണത്തിന് നേരെ മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയുണ്ടായി. എന്ന് മാത്രമല്ല, ഒരു സമ്മർദ്ദവും എസ് ഐ ടിക്ക് മുകളിൽ ഇല്ല എന്നതും ഹൈക്കോടതി വ്യക്തമാക്കി. അപ്പോൾ സമ്മർദ്ദമുണ്ട് എന്ന് പറഞ്ഞ് ഇത് വഴിതെറ്റിക്കാൻ ശ്രമിച്ചവർക്കെതിരെയുള്ള ശക്തമായൊരു താക്കീതാണ് ഹൈക്കോടതി നടത്തിയിട്ടുള്ളത്. നിങ്ങളൊന്നും പിന്നെ അങ്ങനെ പറഞ്ഞ ആളുകൾ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് വിധി വരുമ്പോൾ നിങ്ങളെല്ലാവരും മറന്നു പോകുന്നതുകൊണ്ട് അത്തരം ചോദ്യങ്ങളൊന്നും വരാതിരിക്കുന്നതാണ്. അതുപോലെ മറ്റു പല പുതിയ ബന്ധങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് അതുപോലെ വളരെ പ്രധാനപ്പെട്ട ചില ചിത്രങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ തുടക്കം മുതലുള്ളൊരു അന്വേഷണത്തിലേക്ക് ഇപ്പോൾ SIT വരുന്നു, എല്ലാ കാര്യങ്ങളിലും ഒരു പരിശോധന വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബാക്കി ഹൈക്കോടതിയാണ് അതിന് മേൽനോട്ടം വഹിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഗവൺമെന്റ് അത് സംബന്ധിച്ച് പ്രത്യേകമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നില്ല. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ SIT ആണ് സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുന്നത്. ഹൈക്കോടതി ഇതുവരെ അന്വേഷണ സംഘത്തിന് മേൽ അവിശ്വാസം രേഖപ്പെടുത്തിയിട്ടില്ല. സർക്കാരിന്റെ നിയന്ത്രണത്തിലല്ല SIT എന്നതാണ് വ്യക്തമായിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ ഇതുവരെ അന്വേഷണ സംഘത്തിനെതിരെ രംഗത്തെത്താത്തവരാണ് തന്ത്രിയുടെ അറസ്റ്റോടുകൂടി അന്വേഷണ സംഘത്തിനെതിരെ സംശയം പ്രകടിപ്പിച്ച് രംഗത്തെത്തുന്നത്, പ്രത്യക്ഷമായ സമര പരിപാടികളിലേക്ക് കടക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നത്, അറസ്റ്റിലായ തന്ത്രിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഏതെങ്കിലും തരത്തിൽ തന്ത്രിക്ക് പ്രത്യേക അവകാശങ്ങൾ ഈ നാട്ടിൽ ഉണ്ടോ? തെറ്റ് ചെയ്തത് ആരായാലും അവർ ശിക്ഷിക്കപ്പെടണം എന്നതാണ് എല്ലാ കേസുകളിലും നമ്മൾ പൊതുവെ സ്വീകരിക്കുന്ന ഒരു നിലപാട്. തന്ത്രിയുടെ കേസിൽ മാത്രം അതെങ്ങനെ മാറുന്നു എന്ന് അനുകൂലിച്ചെത്തുന്നവർ, വിമർശനമായി എത്തുന്നവർ വിശദീകരിക്കാൻ ബാധ്യസ്ഥരാണ്. നമുക്ക് ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് 2-3 കാര്യങ്ങളിലേക്ക് കൂടി കടക്കണം. ശബരിമല തന്ത്രി കുടുംബം ഇതുപോലെ നാണക്കേടിന്റെ പടുകുഴിയിൽ വീഴുന്നത് ഇതൊരു ആദ്യ സംഭവമൊന്നുമല്ല. ചെങ്ങന്നൂർ മുണ്ടക്കാവ് താഴ്മൺ മഠത്തിന്റെ മുഴുവൻ സൽപ്പേരും ചോദ്യം ചെയ്യപ്പെട്ട ആദ്യ സംഭവം ഉണ്ടായത് 2 പതിറ്റാണ്ട് മുമ്പാണ്. ഇപ്പോൾ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരന്റെ പിതൃ സഹോദരനും അന്നത്തെ ശബരിമല വലിയ തന്ത്രിയുമായ കണ്ഠരര് മഹേശ്വരന്റെ മകൻ കണ്ഠര് മോഹനരാണ് അന്ന് കുടുംബത്തിനാകെ നാണക്കേടുണ്ടാക്കിയത്. അന്ന് കോളിളക്കമുണ്ടാക്കിയ തന്ത്രി കേസിന്റെ വിശദാംശങ്ങളൊന്ന് കണ്ടിട്ട് വരാം. തന്ത്രി കേസ് എന്ന പേരിൽ കുപ്രസിദ്ധി നേടിയ സംഭവമുണ്ടായത് 2006-ലാണ്. ആ വർഷം ജൂലൈ 23-ന് മോഹനര് കൊച്ചിയിലെ ശോഭയുടെ ഫ്ളാറ്റിലെത്തിയപ്പോൾ കത്തിയും കളിത്തോക്കും മറ്റും കാണിച്ച് ഭീഷണിപ്പെടുത്തി ശരീരത്തിൽ അണിഞ്ഞിരുന്ന 27.5 പവന്റെ സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണും 20,000 രൂപയും കവർന്നായിരുന്നു കേസ്. തുടർന്ന് ശാന്ത എന്ന സ്ത്രീയെയും മോഹനരെയും ബലം പ്രയോഗിച്ച് നഗ്നരാക്കി വിവിധ പോസ്റ്റുകളിലെ ഫോട്ടോ എടുത്തു. ഫോട്ടോ പത്രങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി 30 ലക്ഷം രൂപ ആവശ്യപ്പെട്ടതായും പോലീസ് കണ്ടെത്തി. കേസിൽ മുഴുവൻ പ്രതികളും കുറ്റക്കാരാണെന്ന് 2012-ൽ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരുന്നു. പ്രതികളായ ശോഭ ജോൺ, ബെച്ചു റഹ്മാൻ, കേപ്പനി, അബ്ദുൾ സത്താർ, മജീദ്, ഷെരീഫ് എന്നിവർക്ക് 7 വർഷം തടവും പിഴയും കോടതി വിധിച്ചു. അബ്ദുൾ സഹദ്, അസീസ്, ബിജി പീറ്റർ എന്നീ പ്രതികളെ 4 വർഷം തടവിന് ശിക്ഷിച്ചു. തന്ത്രിയെ കുടുക്കിയതിന്റെ ബുദ്ധികേന്ദ്രം ശോഭ ജോണും ബെച്ചു റഹ്മാനുമാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. തന്ത്രി ഇവരുടെ ഫ്ളാറ്റിലെത്തിയത് അനാശാസ്യത്തിനല്ലെന്ന് വിലയിരുത്തിയ കോടതി മറിച്ചു തെളിയിക്കാൻ പ്രതിഭാഗത്തിന് കഴിഞ്ഞില്ലെന്നും വിധിന്യായത്തിൽ വ്യക്തമാക്കിയിരുന്നു. അതിനു മുമ്പ് 3 തവണ തന്ത്രി മോഹനര് ശോഭയുടെ ഫ്ളാറ്റിലെത്തിയിരുന്നു. തന്റെ പുതിയ ഫ്ളാറ്റിലേക്ക് ജോലിക്കാരിയെ അന്വേഷിച്ചാണ് ഇവിടെ വന്നതെന്നായിരുന്നു തന്ത്രിയുടെ വാദം. ശാന്ത ഏർപ്പാടാക്കിയ വേലക്കാരനെ കൂട്ടിക്കൊണ്ടുപോകാൻ മോഹനര് വരുമെന്ന് മുൻകൂട്ടി അറിഞ്ഞ ശോഭ ജോൺ 4-ാം പ്രതി ബെച്ചു റഹ്മാനും കൂട്ടാളികളുമായി ചേർന്ന് പദ്ധതിയിട്ട പ്രകാരം സ്വർണവും പണവും തട്ടിയെടുക്കുകയായിരുന്നെന്നാണ് പോലീസും കണ്ടെത്തിയത്. തന്ത്രിയെ മനഃപൂർവ്വം കൊടുക്കുന്നതിന് പ്രതികൾ ചേർന്ന് ഗൂഢാലോചന നടത്തിയതാണെന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി അന്ന് അംഗീകരിക്കുകയുമുണ്ടായി. എന്നാൽ വരാപ്പുഴ പെൺവാണിഭം, തട്ടിക്കൊണ്ടുപോകൽ, ഭീഷണിപ്പെടുത്തൽ, ബ്ലേഡ് മാഫിയ പ്രവർത്തനങ്ങൾ എന്നിവയടക്കം നിരവധി കേസുകൾ പ്രതിയായ ശോഭ ജോണുമായുള്ള തന്ത്രിയുടെ ബന്ധം കേസിന്റെ പല ഘട്ടങ്ങളിലും വലിയ സംശയങ്ങൾ ഉയർത്തിയിരുന്നു. ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഭക്തിയാദരപൂർവ്വം കാണുന്ന തന്ത്രിയുടെ വ്യക്തിജീവിതം സംബന്ധിച്ച പല ആരോപണങ്ങളും ഈ ഘട്ടത്തിൽ ഉയർന്നു. 2007-ൽ ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷൻ തന്ത്രി മോഹനരോട് മന്ത്രങ്ങളെക്കുറിച്ച് ചോദിച്ചതും മാധ്യമവാർത്തകൾ നിറഞ്ഞ സംഭവമാണ്. മോഹനരുവിനെ ശബരിമലയിൽ നിന്ന് മാറ്റി നിർത്താൻ ദേവസ്വം ബോർഡ് തീരുമാനിക്കുന്നതിലേക്കും കാര്യങ്ങളെത്തി. പിന്നീട് ഏതാണ്ട് 12 വർഷങ്ങൾക്ക് ശേഷം പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കെയാണ് ബോർഡ് നിലപാട് മാറ്റിയത്. താൻ അറിയാതെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ചെന്ന് ആരോപിച്ച്
മോഹനരുവിനെതിരെ 2019 അമ്മ ഹൈക്കോടതിയെ സമീപിക്കുകയും ഉണ്ടായി. ശബരിമല വലിയ തന്ത്രിയായിരുന്ന ചെങ്ങന്നൂർ മുണ്ടങ്കാവ് താഴ്മൺമഠത്തിലെ കണ്ഠരര് മഹേശ്വരരുവിന്റെ മൂത്ത മകനാണ് കണ്ഠരര് മോഹനര്. ഇപ്പോഴത്തെ ശബരിമല തന്ത്രി മഹേഷ് മോഹനര് ഇദ്ദേഹത്തിന്റെ മകനും രാഹുൽ ഈശ്വർ സഹോദരീപുത്രനുമാണ്. കണ്ഠരര് രാജീവര് സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലാകുമ്പോൾ മോഹനരുവിന് പിന്നാലെ ഭക്തരുടെ മനസ്സിലെ മറ്റൊരു വിഗ്രഹം കൂടിയാണ് തകരുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ടും ഉണ്ടായിട്ടുണ്ട് വിവാദം. താഴ്മൺ തന്ത്രി കുടുംബം അങ്ങനെയും വിവാദത്തിൽപ്പെട്ടിട്ടുണ്ട്. 2006 കന്നഡ നടി ജയമാല നടത്തിയ വെളിപ്പെടുത്തൽ അക്ഷരാർത്ഥത്തിൽ വിശ്വാസി സമൂഹത്തെ ഞെട്ടിക്കുന്നതായിരുന്നു. ശബരിമല ശ്രീകോവിലിനുള്ളിൽ അയ്യപ്പ വിഗ്രഹത്തെ സ്പർശിച്ച് പ്രാർത്ഥിച്ചുവെന്നായിരുന്നു ആ വെളിപ്പെടുത്തൽ. ശ്രീകോവിലിനുള്ളിൽ ഉള്ളവരുടെ സഹായമില്ലാതെ ഇത് സാധ്യമാകില്ല എന്ന വിലയിരുത്തലാണ് അക്കാലം മുതൽ ഉള്ളത്. കേസും സ്വർണ്ണക്കൊള്ളയും മാത്രമല്ല താഴ്മൺ തന്ത്രി കുടുംബത്തിനുമേൽ അവമതിയുടെ കരിനിഴൽ വീഴ്ത്തിയിട്ടുള്ളത്. കന്നഡ ചലച്ചിത്ര നടി ജയമാല ശബരിമല ശ്രീകോവിലിൽ കയറി വിഗ്രഹത്തിൽ തൊട്ടുവെന്ന് വെളിപ്പെടുത്തിയത് കേരളത്തിലുണ്ടാക്കിയ കോളിളക്കം ചെറുതായിരുന്നില്ല. 2006 ജയമാല ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയത്. ശബരിമലയിൽ സ്ത്രീകൾ പോകുന്നതും വിഗ്രഹത്തിൽ തൊടുന്നതും തെറ്റാണെന്നറിയില്ലായിരുന്നു. തൻ്റെ നാടായ ചിക്കമംഗളൂരിലും കർണാടകയുടെ മറ്റ് ഭാഗങ്ങളിലും ക്ഷേത്രങ്ങളിൽ ആർക്കും കയറി വിഗ്രഹത്തിൽ തൊടാമെന്നും ജയമാല പറഞ്ഞു. 1986 27 വയസ്സുള്ളപ്പോഴായിരുന്നു സന്നിധാനത്ത് ജയമാലയുടെ സന്ദർശനം. മുന്നിലെ തിരക്കിൽപ്പെട്ട് ശ്രീകോവിലിനുള്ളിൽ വീണുവെന്നും അയ്യപ്പ വിഗ്രഹത്തിൽ തൊട്ടുവെന്നുമായിരുന്നു ജയമാലയുടെ വെളിപ്പെടുത്തൽ. ഒരാൾ തട്ടി വീണാൽ പോലും വിഗ്രഹത്തിൽ തൊടാനാവില്ലെന്നായിരുന്നു അപ്പോഴത്തെ കണ്ടെത്തൽ. അവിടെ മുതൽ തന്നെ നടിയെ ബോധപൂർവം കയറ്റിയതാണെന്ന വാദം ശക്തമായി. വളരെ മുൻപ് സ്ത്രീകൾ എത്തിയിരുന്നുവെങ്കിലും വിഗ്രഹത്തിൽ തൊടുക എന്നത് അന്നും ഇന്നും അസാധ്യമാണ്. ആദ്യ ഭർത്താവും തെന്നിന്ത്യൻ നടനുമായ പ്രഭാകറുമൊത്താണ് വിഷു സമയത്ത് ജയമാല ശബരിമലയിൽ എത്തിയത്. പ്രഭാകറിന് കാലിൽ ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നപ്പോൾ അയ്യപ്പനോട് പ്രാർത്ഥിച്ചാൽ അസുഖം മാറുമെന്ന് പലരും നിർദ്ദേശിച്ചിരുന്നു. 18ാം പടി കയറാനാകില്ലെന്ന് പറഞ്ഞതിനാൽ പിന്നിലെ വഴിയിലൂടെയാണ് പോയത്. ഭർത്താവും കൂടെ ഉണ്ടായിരുന്നു. പ്രമുഖ നടനായതിനാൽ അദ്ദേഹത്തെ പലരും തിരിച്ചറിഞ്ഞിരുന്നു. തിരക്കിൽ താൻ ഭർത്താവിൻ്റെ ഇരുമുടിക്കെട്ട് വാങ്ങി കയ്യിൽ വെച്ചു. തിരക്കിൽ ചെന്ന് വീണത് അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിലാണ്. അത് എങ്ങനെ സംഭവിച്ചുവെന്നറിയില്ല. ഞാൻ ആ പാദങ്ങളിൽ തൊട്ടു പ്രാർത്ഥിച്ചു. അകത്തുണ്ടായിരുന്ന ആരോ എനിക്ക് റോസാപ്പൂവ് തന്നു. പുറത്തിറങ്ങിയപ്പോൾ അനേകം പേർ എൻ്റെ കാൽ തൊട്ട് വന്ദിച്ചു. അയ്യപ്പനെ തൊട്ടയാളെ ഇങ്ങനെ തൊട്ടു പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ അയ്യപ്പൻ്റെ മഹത്വം ഞാൻ തിരിച്ചറിഞ്ഞു. ഇങ്ങനെയായിരുന്നു ജയമാലയുടെ വെളിപ്പെടുത്തൽ. ശബരിമലയിൽ 2006 നടന്ന ദേവപ്രശ്നത്തിൽ പങ്കെടുത്ത 21 ജ്യോത്സ്യന്മാരിൽ ഒരാളായ ഉണ്ണികൃഷ്ണ പണിക്കർ അയ്യപ്പ വിഗ്രഹത്തിൽ സ്ത്രീ സ്പർശമുണ്ടായെന്ന വെളിപ്പെടുത്തൽ നടത്തി. ജയമാലയിൽ നിന്ന് നേരത്തെ തന്നെ വിവരം മനസ്സിലാക്കിയ ജ്യോതിഷി ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയെന്ന കണ്ടെത്തലാണ് പിന്നീടുണ്ടായത്. പ്രശസ്തി ലാക്കാക്കി സഹായിയായ AN രഘുപതിയുടെ സഹായത്തോടെ നടി ജയമാലയെ ഫോണിൽ ബന്ധപ്പെട്ട് പിന്നീട് ഇക്കാര്യം സ്ഥിരീകരിക്കാൻ ഉണ്ണികൃഷ്ണ പണിക്കർ പ്രേരിപ്പിച്ചുവെന്നും ഈ നടപടി ഭക്തരുടെ മതവികാരം വ്രണപ്പെടുത്തിയെന്നതിൻ്റെയും പേരിലായിരുന്നു ഒടുവിൽ ജ്യോത്സ്യരെ കൂടി പ്രതി ചേർത്ത് കേസെടുത്തത്. കേസ് 2012 ജൂലൈയിൽ ഹൈക്കോടതി റദ്ദാക്കി. പ്രതികളായ പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കർ, ജയമാല, ബംഗളൂരു സ്വദേശി AN രഘുപതി എന്നിവർക്കെതിരെയുള്ള അന്തിമ റിപ്പോർട്ട് റദ്ദാക്കിയ കോടതി ഇവർക്കെതിരെയുള്ള മജിസ്ട്രേറ്റ് കോടതിയുടെ തുടർ നടപടികളും റദ്ദാക്കി. അയ്യപ്പ വിഗ്രഹമല്ല മറ്റൊരു വിഗ്രഹമാണ് തൊട്ടതെന്ന് പറഞ്ഞാൽ കേസിൽ നിന്ന് ഒഴിവാക്കാമെന്ന് പറഞ്ഞ് ചിലർ തന്നെ സമീപിച്ചുവെന്ന് പിന്നെയും ജയമാല വെളിപ്പെടുത്തി. ഞാൻ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അയ്യപ്പ വിഗ്രഹത്തിലാണ് ഞാൻ സ്പർശിച്ചത്. ഏറ്റവും ഒടുവിലും ജയമാലയുടെ നിലപാട് ഇങ്ങനെയായിരുന്നു. അങ്ങനെ തൊടാൻ കഴിഞ്ഞുവെങ്കിൽ അതിന് സഹായിച്ചവരെക്കുറിച്ച് ജയമാല പറയാത്തത് ചിലരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. അന്ന് അങ്ങനെയെങ്കിൽ രക്ഷപ്പെട്ടു പോയത് ഇതേ ദൈവതുല്യരും. എന്താകും സ്വർണ്ണക്കൊള്ളക്കേസിലെ തന്ത്രിയുടെ അവസ്ഥ എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.